എൻഡ് യൂസർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ജോബ് റോൾ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിന്റെ ജോബ് റോൾസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എൻഡ് യൂസർ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിലും കൺസൾട്ടന്റ് ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിലും രണ്ടിനും ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എൻഡ് യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി അവർ പോസ്റ്റിങ്സ് ചെയ്യുന്ന ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവർക്ക് ഡേ ടു ഡേ പോസ്റ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ഹയർ ചെയ്യും. ഓക്കെ, കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്ച്വലി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ്. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ സൈഡിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഇവർക്കറിയാം. അപ്പൊ ഇവരുടെ ഒരു ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേ സ്കെയിൽ ആണെന്നുണ്ടെങ്കിലും ഒരു കമ്പനിയിലെ പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ഹൈ ആയിരിക്കും. ഓക്കെ, എൻഡ് യൂസർ കൺസൾട്ടന്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ലുലു ഇല്ലേ, ലുലുവില് SAP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺസൾട്ടൻസിനെക്കാട്ടിലും എൻഡ് യൂസേഴ്സ് ആണ് കൂടുതൽ. കാരണം അവർക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ അത്രയും വലിയ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഓരോ ദിവസവും അമ്മാതിരി വലിയ വലിയ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴത്തേക്കും അത്രയും സ്റ്റാഫിന് ആവശ്യമുണ്ട്. എന്തിനാ? പോസ്റ്റിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എൻഡ് യൂസേഴ്സിനെ കൂടുതലായിട്ട് അവർ ഹയർ ചെയ്യും. കൺസൾട്ടൻസിന്റെ ആവശ്യമുണ്ട്, കാരണം ഇത്രയും എൻഡ് യൂസേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എവിടെയെങ്കിലൊക്കെ ഒരു ഫങ്ഷണൽ എറേഴ്സ് അപ്പം കുറച്ച് ഫങ്ഷണൽ കൺസൾട്ടൻസിനെ അവർ ഹയർ ചെയ്ത് വെക്കും ആൻഡ് ദേ വിൽ ബി പെയ്ഡ് ഹൈ. ഓക്കെ, ആണ് ആ ഒരു എൻഡ് യൂസർ കൺസൾട്ടന്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SAP എന്ന് പറയുമ്പോഴത്തേക്കും ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നമുക്ക് പല മൊഡ്യൂൾസിന്റെ ഒക്കെ ഒരു സമ്മപ്പാണ് SAP എന്ന് പറയുന്നത്. സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ ഫിക്കോ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനകത്ത് രണ്ട് മേജർ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങും ഒന്ന് ഇന്റേണൽ റിപ്പോർട്ടിങ്ങും. ഓക്കെ, ഈ FICO എന്ന് പറയുന്ന ഈ 4 ടേംസ് ഇല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മുമ്പ് രണ്ട് മൊഡ്യൂൾ ആയിട്ടായിരുന്നു. ഫിനാൻസ് ഒരു മൊഡ്യൂൾ, CEO എന്ന് പറയുന്നത്, അതായത് കൺട്രോളിംഗ് എന്ന് പറയുന്ന വേറൊരു മൊഡ്യൂളും ആയിരുന്നു. പിന്നീടാണ് ഇത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്ത് ഒറ്റ മൊഡ്യൂൾ ആക്കിയത്. ഇത് ശരിക്കും യൂസ് എന്ന് വെച്ചാൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിലും ഗവൺമെന്റ് അതോറിറ്റീസിനാണെന്നുണ്ടെങ്കിലും നമ്മളിത് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ മെയിനായിട്ടും ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പുറത്തോട്ടൊക്കെ പോകുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സിനാണെന്നുണ്ടെങ്കിലും കമ്പനിയിൽ ഇൻട്രസ്റ്റ് കാണിച്ചേക്കുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും പോകുന്നതാണ്. അതേസമയം കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞ ഇന്റേണൽ റിപ്പോർട്ടിംഗ് എന്നുള്ളത്. എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗും ഉണ്ട്, ഇന്റേണൽ റിപ്പോർട്ടിംഗും ഉണ്ട്. എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് ഏജൻസീസ്, ഇപ്പൊ ഗവൺമെന്റ് ഏജൻസീസോ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇന്റേണൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വിത്തിൻ ആൻ ഓർഗനൈസേഷൻ അവരുടെ കോസ്റ്റ് എത്രത്തോളം കൂടുന്നുണ്ട്, അവര് ആന്റിസിപ്പേറ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ എന്നുള്ള ഡിഫറൻസ് ഒക്കെ അറിഞ്ഞ് അനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ CEO എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്, കൺട്രോളിംഗ്. ഓക്കെ, ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് മൊഡ്യൂൾ ആണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് FI എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പെർഫോമൻസ് വേണ്ടിയിട്ടും ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ടും. അതായത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നടക്കുന്നു. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ഒരു ഇവന്റ് നടത്തുന്നു. ആ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു പ്രൊമോഷനിലൂടെ വലിയൊരു സെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവര് ആന്റിസിപ്പേറ്റ് ചെയ്യണം ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നടത്താനായിട്ട് 1 lakh rupees ആവും. ആ ഇവന്റ് നടത്താനായിട്ട് 1 lakh rupees. പക്ഷെ ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ ഇവന്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ആയി. അപ്പോൾ വിചാരിച്ചതിനേയും കാട്ടിലും 1 ലക്ഷം രൂപ എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പൊ ആ 1 ലക്ഷം രൂപയുടെ മാർജിൻ അവിടെ എന്തുകൊണ്ട് ആ ഒരു ഡിഫറൻസ് വന്നു, അതെങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഡിഫറൻസ് വന്നതിന്റെ റീസൺസ്, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടറിലത്തേക്കോ ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇതേപോലത്തെ ആക്ടിവിറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാം മോണിറ്റർ ചെയ്യുന്നത് ശരിക്കും CEO എന്ന് പറയുന്ന സെക്ഷനകത്താണ്. ഓക്കെ, സിഇഒന്റെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷന്റെ ബേസിലാണ് FI ആയിട്ടുള്ള ഇന്റഗ്രേഷൻ വരുന്നത്. ഓക്കെ, financial accounting records company transaction used for external reporting purpose, shows company's financial position.
ഓക്കെ, ഇപ്പൊ നമ്മുടെ പി ആൻഡ് ആണെന്നുണ്ടെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഫിനാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് FI സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് പേർപ്പസ് ആണ്. ഓക്കെ, ഇനി FIക്കകത്ത് സബ് മൊഡ്യൂൾസ് ഉണ്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞു പല മൊഡ്യൂൾസ് ഉണ്ടെന്നുള്ളത്. അബാപ്പും SAP ഒരു മൊഡ്യൂളാണ്, ടെക്നിക്കൽ മൊഡ്യൂളാണ്. യെസ്, HR ഉണ്ട്, HRM ഉണ്ട്. യെസ്, അപ്പൊ ഇതേപോലത്തെ മൊഡ്യൂൾസ് ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ SAPയുടെ മൊഡ്യൂൾസ് ആണ്. ഓക്കെ, ജസ്റ്റ് SAPയുടെ കീഴിലായിട്ട് നോക്കിയാൽ മതി. SAPയുടെ കീഴിലായിട്ടാണ് ഈ പറയുന്ന മൊഡ്യൂൾസ് എല്ലാം. ഫിക്കോ, SDMM, HRM ആൻഡ് ഓൾ. ഈ പറയുന്ന FIC, ഞാൻ അതിൽ നിന്നും FIC എടുക്കുകയാണെങ്കിൽ FIക്കും കീഴിലായിട്ട് പിന്നെ സബ് മൊഡ്യൂൾസ് ഉണ്ട്. ഓക്കെ, FIന്റെയും കീഴിലായിട്ട് വരുന്നതാണ് സബ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. സിഇഒന്റെ കീഴിലും സബ് മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ FIയുടെ സബ് മൊഡ്യൂൾസ് എന്ന് പറയുന്നതാണ് ഇത്ര എന്ന് പറയുന്നത്. അതായത് GL എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ജനറൽ ലെഡ്ജർ. നമ്മുടെ ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സ് ഇല്ലേ, അക്കൗണ്ട്സ്, ഓരോ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ആ അക്കൗണ്ട്സിനെയാണ് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. ആ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ പിന്നെ പോസ്റ്റിങ്സ് ഒക്കെ ചെയ്യുന്നത്. ഈ ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കോർ ഏരിയയാണ്. ആ ഏരിയക്കകത്ത് നമ്മൾ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്ത് പോസ്റ്റിങ്സ് നടത്തി അതിന്റെ റിപ്പോർട്ട് നമ്മൾ കാണും. ഓക്കെ, ദാറ്റ് ഈസ് ജനറൽ ലെഡ്ജർ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ AP, അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ വെൻഡേഴ്സിന് എത്ര രൂപ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അപ്പം അവരുടെ എമൗണ്ട് എല്ലാം സെറ്റിൽ ആയി കഴിഞ്ഞോ, അവർക്ക് എന്തെങ്കിലും പെൻഡിങ് എമൗണ്ട് ഉണ്ടോ, അങ്ങനെ ഒരു വെൻഡറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് AP എന്ന് പറയുന്ന സബ് മൊഡ്യൂളാണ്, അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, ആരുമായിട്ട് റിലേറ്റഡ്? വെൻഡേഴ്സ്. ഒരു കമ്പനിയുടെ വെൻഡേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് APക്കകത്താണ്. AR എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പൊ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ കസ്റ്റമർ നമുക്ക് എത്ര രൂപ തരാനുണ്ട്, അവര് നമുക്ക് അഡ്വാൻസ് വല്ലതും തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം, ഒരു കസ്റ്റമറിന്റെ മാസ്റ്റർ ഡേറ്റ, അവരുടെ അഡ്രസ് പേജസ് എല്ലാം, കസ്റ്റമറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മോണിറ്റർ ചെയ്യുന്നത് AR എന്ന് പറയുന്ന സബ് മൊഡ്യൂളാണ്, അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞ സബ് മൊഡ്യൂളിനകത്ത്. ഓക്കെ, പിന്നെ ബാങ്കിങ് വരുന്നുണ്ട്. ബാങ്കിങ് അറിയാലോ, അതായത് ഒരു കമ്പനിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഇതിനകത്താണ്. ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സബ് മൊഡ്യൂൾ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു കമ്പനിക്ക് ഇപ്പം ഒരു SBI എന്ന് പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് ആ ബാങ്കിൽ നിന്ന് എമൗണ്ട് പോകുന്ന രീതിയിൽ പോസ്റ്റിങ്സ് ഒക്കെ ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ AA എന്ന് ഉദ്ദേശിക്കുന്നത് അസറ്റ് അക്കൗണ്ടിങ് ആണ്. അസറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസും പോസ്റ്റിങ്സും. ഓക്കെ, ഒരു കമ്പനിയിലെ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസും പോസ്റ്റിങ്സും നടക്കുന്നതാണ് AA എന്ന് പറയുന്നത്, അസറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, പിന്നെയുള്ള ടാക്സേഷൻ ഒരു കമ്പനിയുടെ ഈ ഒരു ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇപ്പം GST ആണെങ്കിലും വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഏരിയാസ് എല്ലാം ടാക്സിന്റെ ഈ ഒരു മൊഡ്യൂളാണ് വരുന്നത്, സബ് മൊഡ്യൂളിൽ. അപ്പൊ ഇത്രയാണ് FIയുടെ സബ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, GL, AP, AR, ജനറൽ ലെഡ്ജർ, അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, ബാങ്കിങ്, അസറ്റ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സ്. ഇത്രയാണ് FIയുടെ സബ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ സബ് മൊഡ്യൂൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഡയറക്ട്ലി ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ തന്നെ സബ് മൊഡ്യൂൾസ് ഓഫ് FI എന്ന് ചോദിക്കാം. ഓക്കെ, സബ് മൊഡ്യൂൾസ് ഓഫ് FI ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പറയണം: ജനറൽ ലെഡ്ജർ, അക്കൗണ്ട്സ് പേയബിൾ, അക്കൗണ്ട്സ് റിസീവബിൾ, ബാങ്കിങ്, അസറ്റ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. നമ്മൾ ഈ ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, CEO കൺട്രോളിങ്, ഇന്റേണൽ കോസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിങ് യൂസ് ചെയ്യും. മാനേജ്മെന്റ് ഡിസിഷൻ. COയ്ക്കകത്ത് വരുന്ന സബ് മൊഡ്യൂൾസ് ആണ് കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, ഇന്റേണൽ ഓർഡർ, COPA. ഒരു ഇവന്റ് നടത്തുമ്പോഴത്തേക്കും ആ ഇവന്റിന് വരുന്ന പ്ലാൻ ചെയ്ത എമൗണ്ട് എത്ര, ആക്ച്വലി സംഭവിച്ച എമൗണ്ട് എത്ര, ആ എക്സ്പെൻസ് എത്ര, അത് ബഡ്ജറ്റ് ചെയ്ത് ആ ഫോർകാസ്റ്റ് ചെയ്ത് അതിന്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കി റെക്കോർഡ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓർഡർ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, ഇവിടെ ഇപ്പൊ ഒരു ഇവന്റ് നടത്തുകയാണ്, ഇപ്പൊ സെമിനാർ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സെമിനാറിനെ ഒരു ഇന്റേണൽ ഓർഡർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ബഡ്ജറ്റിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഇന്റേണൽ ഓർഡറിലാണ്. കോസ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു കമ്പനിക്കകത്ത് ഇപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് റിപ്പോർട്ട് അറിയണം.
ഇപ്പം പേർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് എത്ര രൂപയുടെ എക്സ്പെൻസ് ആണ് ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇയർലി വരുന്നതെന്ന് അറിയണം. ഓക്കെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനകത്ത് എത്ര രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ എക്സ്പെൻസ് എല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതെല്ലാം ഓരോ കോസ്റ്റ് സെന്റേഴ്സ് ആണ്. നമ്മുടെ കണ്ണിൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇതെല്ലാം കോസ്റ്റ് സെന്റേഴ്സ് ആണ്. അവിടെ എത്ര രൂപയുടെ എക്സ്പെൻസ് വരുന്നു എന്നുള്ള നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രോഫിറ്റ് സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പല ഡിവിഷൻസ് കാണും. ഓക്കെ. ഇപ്പൊ സെയിൽസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സെയിൽസ് ഡിവിഷനകത്ത് നിന്ന് നമുക്ക് എത്ര രൂപയുടെ റവന്യൂ വരുന്നുണ്ട്, അതിൽ നിന്നും പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് സെന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, ഇന്റേണൽ ഓർഡർ ആൻഡ് COPA ഇത് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. ഓക്കെ. ഇത് കുറെ കൂടെ വലിയൊരു സെഗ്മെന്റ് ആണ്. ഇത് നമ്മുടെ സിലബസിനകത്തില്ല. COPA എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിക്കകത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്, പല ടൈം പീരീഡിൽ വരുന്ന പ്രോഫിറ്റ്. ഇപ്പൊ ക്വാർട്ടർലി എടുക്കുകയാണെങ്കിൽ 2 ക്വാർട്ടറിൽ വന്നേക്കുന്ന പ്രോഫിറ്റ് തമ്മിലുള്ള കമ്പാരിസൺ, ആ ഒരു കമ്പാരിസൺ അനലൈസ് ചെയ്ത് എടുക്കുന്നതാണ് COPA എന്ന് പറയുന്നത്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ഓക്കെ. അപ്പൊ സിഇഒന്റെ സബ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഇത്രയാണ്: കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ, ഇന്റേണൽ ഓർഡർ, COPA. ഓക്കെ. COPA പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയാണ് വരേണ്ടത് നിങ്ങൾ പറയുമ്പോഴത്തേക്ക്: കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇന്റേണൽ ഓർഡേഴ്സ്. ഓക്കെ. ഇന്റേണൽ ഓർഡർ ഇപ്പം ഞാൻ ഇപ്പം ഒരു കൺസിഡർ ചെയ്യാൻ, ഞാനൊരു കമ്പനി നടത്തുകയാണ്. ഇപ്പൊ ഞാൻ ഒരു എഡ്യൂക്കേഷൻ കമ്പനി നടത്തുന്നു. ഓക്കെ. ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ കമ്പനി നടത്തുന്നുണ്ട്. ഇപ്പം അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെമിനാർ നടത്തുന്നു. ഓക്കെ. എന്റെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ SAP ആണ്. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു ഇവന്റ് നടത്തുമ്പോൾ, ഈ സെമിനാർ നടത്തുമ്പോഴത്തേക്കും ഈ സെമിനാറിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. സ്റ്റേജ് ബുക്ക് ചെയ്യണം, റിഫ്രഷ്മെന്റ്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ ഇപ്പം എന്തെങ്കിലും ഈ ഗെയിംസ് വല്ലതും നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിന്റെയൊക്കെ എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ. ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും, എത്ര രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ബഡ്ജറ്റ് ചെയ്തു, ഈ സെമിനാർ ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തുമ്പോഴത്തേക്കും 1,00,000 രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ. 1,00,000 രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഇവന്റ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്നേക്കുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2,00,000 രൂപയാണ്. ഓക്കെ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്തതും ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? 1,00,000 ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ 1,00,000 ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു? ഈ ഇവന്റ് ബേസ് ചെയ്തിട്ട് ഇവന്റിന്റെ ഓരോ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും ഇന്റേണൽ ഓർഡറിനകത്ത്. സ്റ്റേജ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് ബുക്ക് ചെയ്ത് ഇന്റേണൽ ഓർഡറിനകത്ത് റെക്കോർഡ് ചെയ്യും. സെമിനാർ എന്ന് പറയുന്ന ഇന്റേണൽ ഓർഡറിന്റെ ഹെഡിങ് ഒക്കെ കൊടുത്ത് നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. റിഫ്രഷ്മെന്റ്സ് ഉണ്ടെങ്കിൽ റിഫ്രഷ്മെന്റ്സിന്റെ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ. ഒരു 1,00,000 ഒരു നമ്മൾ പ്ലാൻ ചെയ്ത ഫിഗർ 1,00,000 വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓർഡർ യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയേഷൻ വന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ എക്സ്പെൻസ് നമുക്ക് പിന്നെയും കൂടിയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് SAP ത്രൂ അറിയാൻ പറ്റത്തില്ല. നമുക്കത് SAP ത്രൂ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ സെമിനാറിനെ ഒരു ഇന്റേണൽ ഓർഡർ ആക്കി കൺസിഡർ ചെയ്ത് ഓരോ എക്സ്പെൻസും ഇതിന്റെ കീഴിലായിട്ട് റെക്കോർഡ് ചെയ്ത് പോകണം. ഓക്കെ. അപ്പം ഇതിന്റെ യൂസ് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്പോർട്ടിലാണ് വരുന്നത്. റിപ്പോർട്ടിൽ വരുമ്പം ആക്ച്വലും പ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലും ബഡ്ജറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഫിഗർ ആയിരിക്കും നമുക്ക് റിപ്പോർട്ടിനകത്ത്, SAPയുടെ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ. അതാണ് ഇന്റേണൽ ഓർഡർ എന്ന് പറയുന്നത്. സോ കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇന്റേണൽ ഓർഡർ, CO സബ് മൊഡ്യൂൾസ്. ഇന്റഗ്രേഷൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, വേറൊരു മൊഡ്യൂളുമായിട്ടുള്ള ഇന്റഗ്രേഷൻ, FIMM FISDയും അങ്ങനെ ഓരോ ഇന്റഗ്രേഷൻസ് വരും. FICO ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വൺ എൻട്രി അപ്ഡേറ്റ്സ് ബോത്ത് FI ആൻഡ് CO. ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പൊ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം, സെമിനാറിന്റെ കേസിൽ ഇപ്പൊ ഞാൻ റിഫ്രഷ്മെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. റിഫ്രഷ്മെന്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർട്ടിക്കുലർ വെണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരിക്കില്ലേ? ഈ റിഫ്രഷ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് സെമിനാറിന്റെ ഭാഗമല്ലേ? സെമിനാർ എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഡറിൽ വരുന്നതല്ലേ? ഇന്റേണൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാ? സിഇഒന്റെ സബ് മൊഡ്യൂൾ അല്ലേ
ഇന്റേണൽ ഓർഡർ. ഓക്കെ, ശ്രദ്ധിച്ച് വെക്കുക. ഈ റിഫ്രഷ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സെമിനാറിന്റെ ഭാഗമാണ്. സെമിനാർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റേണൽ ഓർഡർ ആണ്. ആ ഇന്റേണൽ ഓർഡർ ഏതിലാ വരുന്നത്? സിഒയിലാണ് വരുന്നത്. ഈ റിഫ്രഷ്മെന്റ് ഞാൻ പേർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ബില്ല് ജനറേറ്റ് ചെയ്യുമല്ലോ. എന്തായാലും പേർച്ചേസ് ചെയ്തു, ഇൻവോയ്സ് എന്തായാലും ജനറേറ്റ് ചെയ്യും. ഈ ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? FIയിലാണ്. ഞാൻ പറഞ്ഞു, ഒരു സാധനം പേർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ബില്ല് ജനറേറ്റ് ആവും. ആ ഡോക്യുമെന്റ് FIയിലാണ് പോസ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്റേണൽ ഓർഡറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സിഒയിലും പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്, FIയിലും പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതാണ് വൺ എൻട്രി അപ്ഡേറ്റ്സ് ബോത്ത് FI ആൻഡ് CO എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. സിഒന്റെ അകത്ത് ഇന്റേണൽ ഓർഡറിലോട്ടും പോകുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. ഈ റിഫ്രഷ്മെന്റ് മേടിച്ചതിന്റെ ബില്ല് FIയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു ഇവന്റ് എവിടേക്ക് വരുന്നുണ്ട്? FIയിലും പോകുന്നുണ്ട്, സിഒയിലോട്ടും പോകുന്നുണ്ട്. ക്ലിയർ ആണോ? CO ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതേപോലെ കുറെ ഇന്റഗ്രേഷൻസ്, FI CO തമ്മിലുള്ള ഇന്റഗ്രേഷൻസ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ആ ഒരു കണക്ഷൻ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ്. ഓക്കെ, ബാക്കി മൊഡ്യൂളുകളിൽ ഇന്റഗ്രേഷൻ വരുന്നത് പോലെ FIയും COയും തമ്മിലുള്ള എങ്ങനെയാണ് ഇന്റഗ്രേഷൻ വന്നതെന്ന് പറഞ്ഞ മാത്രം. ഓക്കെ, സാലറി പോസ്റ്റിംഗ് ആണെങ്കിലും സിഒയിൽ അതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെയൊക്കെ പോസ്റ്റിംഗ്, പ്രാക്ടിക്കൽ പോസ്റ്റിംഗ് നമ്മൾ എന്തായാലും ചെയ്യും. SAP സിസ്റ്റം ലാൻഡ്സ്കേപ്പ്. SAP സിസ്റ്റം ലാൻഡ്സ്കേപ്പ് അതായത് ഈ നമ്മുടെ SAP എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇപ്പം 3 എൻവിയോൺമെന്റ് ഉണ്ട്. ഇതിനെ ശരിക്കും എൻവിയോൺമെന്റ് എന്നാണ് പറയുന്നത്. ഒന്ന് ഡെവലപ്മെന്റ്, രണ്ടാമത്തെ ക്വാളിറ്റി, മൂന്നാമത്തെ പ്രൊഡക്ഷൻ. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SAP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലാർജ് സ്കെയിലാണ്. ഇപ്പൊ ടാലി പോലത്തെ ചെറിയ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് അത്രയും വലിയൊരു പ്രശ്നം വരത്തില്ല. പക്ഷെ SAPക്ക് അകത്തെന്ന് പറയുമ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ അതിലാണ് ഫുള്ളി റൺ ചെയ്യുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ബിസിനസ് ഓപ്പറേഷനെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് അത്രയും സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഈ SAP എന്ന് പറഞ്ഞ ERP സോഫ്റ്റ്വെയർ അവർ ജനറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ 3 എൻവയോൺമെന്റിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡെവലപ്മെന്റ്, സെക്കൻഡ് വൺ ക്വാളിറ്റി, തേർഡ് വൺ പ്രൊഡക്ഷൻ. ഡെവലപ്മെന്റിനകത്താണ് കോൺഫിഗറേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞു എൻഡ് യൂസറും കൺസൾട്ടന്റും. ഈ കൺസൾട്ടൻസ് ആദ്യം കുറെ കോൺഫിഗറേഷൻസ് ചെയ്യും. ഈ എൻഡ് യൂസേഴ്സിന് ഒരു സ്ക്രീനിൽ പോയിട്ട് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജേർണൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള GL അക്കൗണ്ട്സും അതിന്റെ ബാക്കിലുള്ള കുറെ കോൺഫിഗറേഷൻസ്, ആ കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്തു വെക്കുന്ന കൺസൾട്ടൻസ് ആണ്. ഇവരാദ്യം കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്തു വെക്കുന്ന ഏരിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്തു വെക്കും. ആ കോൺഫിഗറേഷൻസ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞ് അത് പിന്നെ ക്വാളിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കോൺഫിഗറേഷൻസിനെ എല്ലാത്തിനെയും ക്വാളിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്തിനാ ക്വാളിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അവിടെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആര് ടെസ്റ്റ് ചെയ്യും? എൻഡ് യൂസേഴ്സ്. അപ്പൊ എന്തായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? ഈ എൻഡ് യൂസേഴ്സിന്റെ അടുത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് ഇത് പോസ്റ്റ് ആവുന്നുണ്ടോ, പോസ്റ്റ് ആവുന്നില്ലേ, എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോസ്റ്റിങ്സ് ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ടെസ്റ്റിംഗ് ചെയ്തു, ടെസ്റ്റിംഗ് കണ്ട് ഇപ്പം പോസ്റ്റിംഗ് ചെയ്തപ്പോഴത്തേക്ക് ഒരു എറർ വന്നു. ഓക്കെ, ഒരു കോൺഫിഗറേഷനിൽ ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് കോൺഫിഗറേഷൻ കാരണമാണ് ഈ ഒരു എറർ വന്നേക്കുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കോൺഫിഗറേഷനിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ഡെവലപ്മെന്റിൽ തിരിച്ചു പോയിട്ട് മിസ്സിംഗ് കോൺഫിഗറേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്വാളിറ്റിയിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തെ നമ്മൾ എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പ്രൊഡക്ഷനിലോട്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ സെർവർ ആണ്, അതായത് നമ്മുടെ ക്ലയന്റിന്റെ ആക്ച്വൽ സെർവർ. ലുലു ഒക്കെ ഇപ്പം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊഡക്ഷൻ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സെർവറിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എറേഴ്സ് ഒന്നും വരാൻ പാടില്ലെന്നാണ്. എന്നാലും ബൈ ചാൻസ് കുറെ ഈ ഫങ്ഷണൽ സൈഡിലുള്ള ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ വരും. മേജർ എറേഴ്സ് ഒന്നും വരാൻ പാടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെവലപ്മെന്റും ക്വാളിറ്റി പോലത്തെ എൻവയോൺമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആണ്? ഡെവലപ്മെന്റ്, ക്വാളിറ്റി, പ്രൊഡക്ഷൻ,
ഡെവലപ്മെന്റിലാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. യൂസ്ഡ് ബൈ കൺസൾട്ടൻസ്, നോ റിയൽ ഡേറ്റ. നോ റിയൽ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷനകത്ത് നടക്കുന്ന ഡേറ്റാസ് ഇതിനകത്ത് ആദ്യം ഉണ്ടാവത്തില്ല, ഡെവലപ്മെന്റിനകത്ത്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ടെസ്റ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ യൂസേഴ്സ്, വാലിഡേറ്റ് പ്രോസസ്. ഓക്കെ, എൻഡ് യൂസേഴ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് ടെസ്റ്റിന് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ആ ഒരു ഇതിൽ പോകുന്നതേ ഉള്ളൂ. പ്രൊഡക്ഷൻ ലൈവ് ആണ്. ഓക്കെ, ഗോ ലൈവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് QAസിൽ ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഗോ ലൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ശരിക്കും പോസ്റ്റിങ്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, റിയൽ പോസ്റ്റിങ്സ് ആണ് അതിനകത്ത് നടക്കുന്നത്. വൺസ് റിയൽ പോസ്റ്റിങ്സ് ഒക്കെ നടന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് അങ്ങനെ പോകുമ്പോഴായിരിക്കും പിന്നീട് ഇതേപോലെ എന്തെങ്കിലും എറേഴ്സ് വല്ലതും കണ്ടെത്തി ഡെവലപ്മെന്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെയും കോൺഫിഗറേഷൻ മിസ്സിംഗ് ആണോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. കോൺഫിഗറേഷൻ ആണ് ടെസ്റ്റിംഗ്, ഡെവലപ്മെന്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ. SAP ഫിക്കോ യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒരു കമ്പനിയിലെ പല ജോബ് റോൾസിലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ യൂസേഴ്സ് കാണുന്നത്. ഇപ്പം ഞാൻ എൻഡ് യൂസേഴ്സ് പറഞ്ഞെങ്കിലും ഈ എൻഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിനാൻസ് മാനേജേഴ്സ് കാണും. ഫിനാൻസ് മാനേജേഴ്സ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം, അക്കൗണ്ടൻസ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം, ഓഡിറ്റേഴ്സ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം. കൺസൾട്ടന്റ് ആണെങ്കിൽ അവർ സ്പെസിഫൈഡ് ആയിട്ട് കൺസൾട്ടന്റ് എന്നുള്ള ടേം യൂസ് ചെയ്യും. ഓക്കെ, അൺലെസ് ആൻഡ് അൺടിൽ ആ കൺസൾട്ടന്റ് എന്നുള്ള ടേം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ എൻഡ് യൂസേഴ്സ് ആണ്. അതായത് ഒരു ഫങ്ഷണൽ സൈഡിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദേ നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സം അതർ പേഴ്സൺ ഫോർ ദ ക്വയറി. ഓക്കെ, ഓഡിറ്റേഴ്സ് നോക്കുമ്പോഴത്തേക്ക് എന്താ, അവർക്ക് ഫൈനൽ റിപ്പോർട്ട് മാത്രം കണ്ടാൽ മതി. ആ റിപ്പോർട്ടിനകത്ത് എമൗണ്ട് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഈ മിസ്മാച്ച് വന്നത് എന്തുകൊണ്ടെന്നൊക്കെ അവർ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്കോ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് പ്രോസസ്സാണ്. ഓക്കെ, ഓരോ ടേംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറേ ടേംസ് ഇങ്ങനെ പഠിക്കാനുണ്ട്, ചെറിയ ചെറിയ ടേംസ് ഒക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പക്ഷേ പ്രോസസ്സ് അറിഞ്ഞിരിക്കുക എന്ന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ നേരത്തെ FIMM ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു. അവർ സാധനം മേടിച്ചു, അവർ റോ മെറ്റീരിയൽസ് മേടിച്ചു. ആര്? MM-കാർ. അവർ റോ മെറ്റീരിയൽസ് മേടിച്ച് അത് പിന്നെ ഗോഡൗണിൽ പോയിട്ട് അവിടെ നിന്ന് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്ത് അവർ പേയ്മെന്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ടേംസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടുന്നത്. ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്യുമെന്റ് വരുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് SAP-ലോട്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിനകത്ത് കുറേ പ്രോസസ്സുകളുണ്ട്. എല്ലാ പ്രോസസ്സും നമ്മൾ പഠിച്ച് പഠിച്ച് ആ ഒരു ബേസ് നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം സിമ്പിൾ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ക്ലയന്റിന്റെ ആക്ച്വൽ സെർവർ. ലുലു ഒക്കെ ഇപ്പം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രൊഡക്ഷൻ സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സെർവറിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എറേഴ്സ് ഒന്നും വരാൻ പാടില്ലെന്നാണ്. എന്നാലും ബൈ ചാൻസ് കുറെ ഈ ഫങ്ഷണൽ സൈഡിലുള്ള ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ വരും. മേജർ എറേഴ്സ് ഒന്നും വരാൻ പാടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെവലപ്മെന്റും ക്വാളിറ്റി പോലത്തെ എൻവയോൺമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഡെവലപ്മെന്റ്, ക്വാളിറ്റി, പ്രൊഡക്ഷൻ. ഡെവലപ്മെന്റിലാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. യൂസ്ഡ് ബൈ കൺസൾട്ടൻസ്, നോ റിയൽ ഡേറ്റ. നോ റിയൽ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൊഡക്ഷനകത്ത് നടക്കുന്ന ഡേറ്റാസ് ഇതിനകത്ത് ആദ്യം ഉണ്ടാവത്തില്ല, ഡെവലപ്മെന്റിനകത്ത്. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ യൂസേഴ്സ്, വാലിഡേറ്റ് പ്രോസസ്. ഓക്കെ, എൻഡ് യൂസേഴ്സ് ആണ് ഇത് മെയിൻ ആയിട്ട് ടെസ്റ്റിന് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ആ ഒരു ഇതിൽ പോകുന്നതേ ഉള്ളൂ. പ്രൊഡക്ഷൻ ലൈവ് ആണ്. ഓക്കെ, ഗോ ലൈവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് QAസിൽ ടെസ്റ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഗോ ലൈവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ശരിക്കും പോസ്റ്റിങ്സ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, റിയൽ പോസ്റ്റിങ്സ് ആണ് അതിനകത്ത് നടക്കുന്നത്. വൺസ് റിയൽ പോസ്റ്റിങ്സ് ഒക്കെ നടന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് അങ്ങനെ പോകുമ്പോഴായിരിക്കും പിന്നീട് ഇതേപോലെ എന്തെങ്കിലും എറേഴ്സ് വല്ലതും കണ്ടെത്തി ഡെവലപ്മെന്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെയും കോൺഫിഗറേഷൻ മിസ്സിംഗ് ആണോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. കോൺഫിഗറേഷൻ ആണ് ടെസ്റ്റിംഗ്, ഡെവലപ്മെന്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ.
SAP ഫിക്കോ യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? ഒരു കമ്പനിയിലെ പല ജോബ് റോൾസിലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ യൂസേഴ്സ് കാണുന്നത്. ഇപ്പം ഞാൻ എൻഡ് യൂസേഴ്സ് പറഞ്ഞെങ്കിലും ഈ എൻഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിനാൻസ് മാനേജേഴ്സ് കാണും. ഫിനാൻസ് മാനേജേഴ്സ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം, അക്കൗണ്ടൻസ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം, ഓഡിറ്റേഴ്സ് എൻഡ് യൂസേഴ്സ് ആയിരിക്കാം. കൺസൾട്ടന്റ് ആണെങ്കിൽ അവർ സ്പെസിഫൈഡ് ആയിട്ട് കൺസൾട്ടന്റ് എന്നുള്ള ടേം യൂസ് ചെയ്യും. ഓക്കെ, അൺലെസ് ആൻഡ് അൺടിൽ ആ കൺസൾട്ടന്റ് എന്നുള്ള ടേം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ എൻഡ് യൂസേഴ്സ് ആണ്. അതായത് ഒരു ഫങ്ഷൻ സൈഡിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ദേ നീഡ് ടു ഡിപ്പെൻഡ് ഓൺ സം അതർ പേഴ്സൺ ഫോർ ദ ക്വയറി. ഓക്കെ, ഓഡിറ്റേഴ്സ് നോക്കുമ്പോഴത്തേക്ക് എന്താ, അവർക്ക് ഫൈനൽ റിപ്പോർട്ട് മാത്രം കണ്ടാൽ മതി. ആ റിപ്പോർട്ടിനകത്ത് എമൗണ്ട് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഈ മിസ്മാച്ച് വന്നത് എന്തുകൊണ്ടെന്നൊക്കെ അവർ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്കോ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് പ്രോസസ്സാണ്. ഓക്കെ, ഓരോ ടേംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറേ ടേംസ് ഇങ്ങനെ പഠിക്കാനുണ്ട്, ചെറിയ ചെറിയ ടേംസ് ഒക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പക്ഷേ പ്രോസസ്സ് അറിഞ്ഞിരിക്കുക എന്ന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം ഞാൻ നേരത്തെ FIMM ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു. അവർ സാധനം മേടിച്ചു, അവർ റോ മെറ്റീരിയൽസ് മേടിച്ചു. ആര്? MM. അവർ റോ മെറ്റീരിയൽസ് മേടിച്ച് അത് പിന്നെ ഗോഡൗണിൽ പോയിട്ട് അവിടെ നിന്ന് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ എല്ലാം ചെയ്ത് അവർ പേയ്മെന്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ടേംസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടുന്നത്. ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്യുമെന്റ് വരുന്നത്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നത് SAP-ലോട്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതിനകത്ത് കുറേ പ്രോസസ്സുകളുണ്ട്. എല്ലാ പ്രോസസ്സും നമ്മൾ പഠിച്ച് പഠിച്ച് ആ ഒരു ബേസ് നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം സിമ്പിൾ ആണ്. ഓക്കെ.